നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വൈകിയ കാരണം വിമാനത്തിലെ യാത്രക്കാർ റൺവേയിൽ നിലത്തിലിരുന്ന് ആഹാരം കഴിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇൻഡിഗോ 6E219 നമ്പർ വിമാനം വഴിതിരിച്ചുവിടുകയായിരുന്നു. ഗോവയിൽ തന്നെ വിമാനം വൈകി എത്തിയതിനാൽ യാത്രക്കാർക്കും വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ തിടുക്കമുണ്ടായിരുന്നു. ഗോവ ഡൽഹി വിമാനം 12 മണിക്കൂർ വൈകിയതിനെ തുടർന്ന് മുംബൈ വഴി തിരിച്ചുവിട്ടിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടപടിയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം രംഗത്ത് വന്നു. മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇൻഡിഗോയ്ക്കും മുംബൈ വിമാനത്താവളത്തിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നലെ അർദ്ധരാത്രി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു നടപടി. അടിയന്തരമായി മറുപടി നൽകിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് നോട്ടീസിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. യാത്രക്കാർ ആഹാരം കഴിക്കേണ്ടി വന്ന സംഭവത്തിൽ ഇൻഡിഗോ മാപ്പ് പറഞ്ഞ് രംഗത്തു വന്നു. ഞായറാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെയാണ് എയർലൈൻ പ്രസ്താവന പുറത്തിറക്കിയത്. 2024 ജനുവരി 14 ഗോവ ഡൽഹി 6E219 നമ്പർ ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട സംഭവം ഞങ്ങൾ അറിഞ്ഞു. ഡൽഹിയിലെ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാനം മുംബൈയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഞങ്ങളുടെ യാത്രക്കാരോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. സംഭവം ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിലൂടെ എയർലൈൻ വ്യക്തമാക്കി. മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളവും സംഭവത്തിൽ ഔദ്യോഗികമായ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇൻഡിഗോ 6E219 നമ്പർ വിമാനം വഴി തിരിച്ചു വിടുകയായിരുന്നു. ഗോവയിൽ തന്നെ വിമാനം വൈകി എത്തിയതിനാൽ യാത്രക്കാർക്ക് വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ തിടുക്കമുണ്ടായിരുന്നു. ടെർമിനൽ കെട്ടിടത്തിലേക്ക് കയറാൻ യാത്രക്കാർ വിസമ്മതിച്ചതോടെ CICF QRTയുമായി സഹകരിച്ച് യാത്രക്കാരെ സുരക്ഷിതരാക്കി നിർത്തുകയായിരുന്നു. തുടർ നടപടികൾ സ്വീകരിക്കുന്നതുവരെ ഇവർ എയർലൈൻ അധികൃതരുടെയും സെക്യൂരിറ്റിയുടെയും കർശന നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പ്രസ്താവനയിൽ അവർ വ്യക്തമാക്കി. അതേസമയം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് പൈലറ്റിനെ മർദ്ദിച്ച യാത്രക്കാരന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഹണിമൂൺ യാത്ര 13 മണിക്കൂർ വൈകിയതിനാലാണ് താൻ അപമര്യാദയായി പെരുമാറിയതെന്ന് പിടിയിലായ സാഹിൽ കദാരിയ പോലീസിനോട് പറഞ്ഞു. ഞായറാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഡൽഹിയിൽ നിന്ന് ഞായറാഴ്ച രാവിലെ 7:40 പുറപ്പെടേണ്ട വിമാനമായിരുന്നു മോശം കാലാവസ്ഥയെ തുടർന്ന് 13 മണിക്കൂറോളം വൈകിയത്. ഇതിന് പിന്നാലെയാണ് സാഹിൽ കദാരിയ സഹ പൈലറ്റ് അനൂപ് കുമാറിനെ മർദ്ദിച്ചത്. ഇയാളെ വിമാനത്തിൽ നിന്നിറക്കിയ ശേഷം അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു. വിമാനം വൈകുമെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്യുന്നതിനിടെ സാഹിൽ എഴുന്നേറ്റ് ചെന്ന് ആക്രമിക്കുകയായിരുന്നു. മറ്റു ജീവനക്കാർ തടഞ്ഞു. ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യാത്രക്കാരന്റെ പേരിൽ പരാതി നൽകിയതായി ഇൻഡിഗോ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.